പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു 7 മന്ത്രങ്ങൾ പറഞ്ഞു തരാം. ഈ 7 മന്ത്രങ്ങൾ വേറെ ഒരു ഉസ്താദിന്റെ അടുത്തോ ഒരു തങ്ങളുടെ അടുത്തോ ആരുടെ അടുത്തും പോവണ്ട, നമുക്ക് തന്നെ പറയാൻ പറ്റുന്ന സിമ്പിളായ 7 മന്ത്രങ്ങളുണ്ട്. ഇതൊന്നും മന്ത്രിച്ചാൽ മതി, നമ്മുടെ എല്ലാ ഇടങ്ങേറും മാറും. ഇന്ന് ഇടങ്ങേറുകളുടെ ലോകമാണ്, കടങ്ങളുടെ രോഗമാണ്, പെട്ടെന്നുള്ള രോഗങ്ങൾ വരുന്ന കാലമാണ്. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകിട്ടും ഇനി പറയാൻ പോകുന്ന 7 മന്ത്രങ്ങൾ 3 പ്രാവശ്യം വീതം പറഞ്ഞു നോക്ക്. ഇൻഷാ അല്ലാഹ് വലിയ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാവൽ നമുക്ക് കാണാൻ പറ്റും. ഏതാണത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ഹാജിമാർ, ഹജ്ജുമ്മമാർ, അവർക്കൊക്കെ അല്ലാഹു മഖ്ബൂലും മർളിയുമായ മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് നാട്ടിലേക്ക് ഖൈറായി മടങ്ങി വന്ന് നല്ല ഒരു ജീവിതം, ആഫിയത്തുള്ള ജീവിതം അല്ലാഹു അവർക്കും നമുക്കും പ്രധാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഖഅദ മാസമാണ്. ദുൽഖഅദ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജിന്റെ പ്രവർത്തനങ്ങളൊക്കെ, ഹജ്ജിന്റെ അമലുകളൊക്കെ ഇൻഷാ അല്ലാഹ് ദുൽഖഅദ മാസം അവസാനിച്ച് ദുൽഹിജ്ജയോട് കൂടിയാണ് തുടങ്ങുക. അപ്പോൾ ഇപ്പോൾ ഹാജിമാരൊക്കെ മക്കയിലാണ്, പലരും ഒക്കെ മദീനയിലാണ്. മദീന സിയാറത്തൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ മക്കയിലേക്ക് വരും. പിന്നെ അവിടെ ഉംറയൊക്കെ കഴിഞ്ഞ് ചില ആളുകൾ മദീനയിലേക്ക് പോകും. പിന്നെ ദുൽഹിജ്ജ തുടങ്ങുമ്പോൾ ഏകദേശം എല്ലാവരും, അതിനു മുമ്പ് തന്നെ എല്ലാ ഹാജിമാരും മക്കത്തുണ്ടാകും. പിന്നെ അവിടെ നിന്നാണല്ലോ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സമാധാനത്തിലുള്ള ഹജ്ജായി ഈ പ്രാവശ്യത്തെ ഹജ്ജ് മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഹാജിമാര് ഹജ്ജിനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത്. നമ്മൾ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലാണ് വേണ്ടത്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തിന്റെ ഒരു മൃഗത്തെ വാങ്ങി, ഒരു പോത്തിനെ വാങ്ങി അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ട മാസമാണ്. ഇനിയിപ്പോൾ ഒരു പോത്തിനെ വാങ്ങാൻ ഒരു 80,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 75,000 രൂപ കൊടുത്ത് ഒരു പോത്തിനെ വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു കാളയെ വാങ്ങാൻ, ഒരു മൃഗത്തെ വാങ്ങാൻ നമുക്ക് ശേഷിയില്ല എങ്കിൽ ഒരു ഷെയർ 7 പേർക്ക് ചേർന്ന് ഒരു മൃഗത്തെ അറുക്കാമല്ലോ, ഷെയർ ചേർന്ന്. അപ്പോൾ ഒരു ഷെയർ നമ്മൾ ചേരുക. അത് നമ്മുടെ പേരിൽ ചേരാം, നമ്മുടെ മക്കളുടെ പേരിൽ ചേരാം, നമ്മുടെ ഭാര്യയുടെ പേരിൽ ചേരാം, ആരുടെ പേരിൽ ചേർന്നാലും കുഴപ്പമില്ല. ഒരു ഷെയർ അതിപ്പോൾ ചിലപ്പോൾ 8,000 രൂപയാവാം, ചിലപ്പോൾ 7,500 ആവാം, ചിലപ്പോൾ 10,000 രൂപയാവാം, 11,000 ആവാം. അതാ നമ്മൾ വാങ്ങിക്കുന്ന ആ മൃഗത്തിന്റെ തൂക്കത്തിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വില വ്യത്യാസം വരാം. പറഞ്ഞു വന്നത്, ആ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ട, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഷെയറുകൾ കൊടുക്കേണ്ട, ഷെയറിന്റെ പേര് ചേർക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ദുൽഖഅദ മാസം. ആ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അറുത്തു, ഇനി എന്തിനാ ഈ പ്രാവശ്യം അറുക്കുന്നത്? അങ്ങനെയല്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കണമെന്നാണ്. അതായത് ഒരു ഷെയർ കൊടുക്കാൻ ഒരു 9,000 രൂപ നമ്മുടെ കയ്യിൽ മാറ്റാനുണ്ട്. എന്നിട്ടും നമ്മൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്നില്ലെങ്കിൽ ആ 9 18,000 രൂപ ചിലപ്പോൾ ഇരട്ടിയായിട്ട് പടച്ചോൻ അല്ലാഹു തആല ചിലപ്പോൾ അത് കൊണ്ട് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുത്തിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരും ഉദ്ഹിയ്യത്തിൽ നിന്ന് മാറി നിൽക്കരുത്. കഴിയുന്ന എല്ലാവരും ഉദ്ഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം. അതിലൊരു ഷെയറെങ്കിലും നമ്മൾ ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ കൃത്യമായിട്ട് പറയാം. ഇപ്പം സാന്ദർഭികമായ ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ ഹാജിമാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്ക്, അവർക്ക് അവിടെ റാഹത്തായ നിലയിൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു അപകടവും ഇല്ലാതിരിക്കാൻ, ഒരു പ്രയാസവും ഇല്ലാതിരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുക. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നിരവധി ഹാജിമാരുണ്ടാകും. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദ്വായിൽ മറന്നുപോവാതെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രാവശ്യത്തെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ മഖ്ബൂലും മർളിയുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വേറൊന്നുമല്ല, ഏകദേശം ഒരു 7ഓളം വരുന്ന മന്ത്രങ്ങളാണ്, അത്ഭുത മന്ത്രങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരാള് സ്വബാഹൻ വ മസാഅൻ, രാവിലെയും വൈകിട്ടും ഇതൊരാൾ കൃത്യമായി മറന്നുപോവാതെ പറയുകയാണെങ്കിൽ, പാരായണം ചെയ്താൽ, ഓതിയാൽ, അമിന മിനൽ ആഫാത്തി സമാൻ, അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ പ്രയാസ പ്രതിസന്ധികളുണ്ടോ അതിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. വൈറസുകൾ പലതും പടരുന്ന ഒരു കാലമാണ്, കടങ്ങൾ കൂടുന്ന കാലമാണ്,
ലോൺ എടുത്തിട്ട് അടക്കാൻ പറ്റാതെ പെട്ടുപോകുന്ന ആളുകൾ ധാരാളമുള്ള കാലമാണ്. രോഗങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വേഗത്തിലുള്ള പല തരത്തിലുള്ള അപകടങ്ങൾ, രോഗങ്ങളൊക്കെ അധികരിക്കുന്ന കാലമാണ്. ബുദ്ധിമുട്ടുകൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ അധികരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആഫാത്ത് സമാൻ, അല്ലെ, സമാൻ കാലഘട്ടത്തിന്റെ, നമ്മൾ ജീവിക്കുന്ന കാലത്ത് എന്തൊക്കെ ആപത്തുകൾ ഉണ്ടാകോ അതിനെ തൊട്ടുള്ളൊക്കെ കാവൽ കിട്ടുന്ന ഒരു പുണ്യമായ 7 അത്ഭുത മന്ത്രങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അറിയാവുന്ന ചില ദിക്റുകളാണ്, തസ്ബീഹുകളാണ്. ഒന്ന്, ദിക്റുകളുടെ നേതാവ്, ദിക്റുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ആ ദിക്ർ ചേർത്തിട്ടുള്ള അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് മാത്രമല്ല, ഒരു കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. പിന്നെയോ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു തആല കൊടുക്കുമെന്നാണ്. അത് വല്ലാത്തൊരു നേട്ടമാണ്. ഒരു അടിമയെ മോചിപ്പിച്ച, ഇസ്ലാമിൽ ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ്. അടിമയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കുക, സ്വതന്ത്രരാക്കി വിടുക. അതിന് ഭയങ്കര പുണ്യമാണ്, ഭയങ്കര പുണ്യമാണ്. ഇപ്പൊ അടിമ സമ്പ്രദായം ഇല്ല കേട്ടോ, അന്നത്തെ കാലത്തൊക്കെ പല സമയത്തും ഉണ്ടായിരുന്നു. ആ സമയത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിമയായി കഴിയേണ്ടവരല്ല, അവർ സ്വതന്ത്രരാവേണ്ടവരാണ്. അതുകൊണ്ട് പണമുണ്ടെങ്കിൽ ഒരു അടിമയെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അവരെ സ്വതന്ത്രരാക്കി വിട്, അതിന് ഭയങ്കര കൂലിയാണ്, ഭയങ്കര പ്രതിഫലമാണ്. അപ്പൊ ആ കാര്യം, അപ്പൊ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പുണ്യമായ ദിക്ർ നമ്മൾ മറന്നു പോവരുതേ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അത്രയുള്ളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മീസാൻ എന്ന തുലാസ്, നന്മയും തിന്മയും തൂക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, ആ മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ ഒരു ദുആ, ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. നബിതങ്ങൾ വഫാത്തായിട്ട് ഏകദേശം 1500 വർഷമാവാൻ പോവുകയാണ്, അല്ലെ, 1500 വർഷമാവാൻ പോവുകയാണ്. അപ്പൊ നബിതങ്ങൾ 1500 വർഷമായി ഖബറിലാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ആളാണ്. 5000 വർഷമായിട്ട് മഹാനവറുകൾ ഖബറിലാണ്. മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചിലപ്പോ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച് ജീവിച്ചിട്ട് ഏകദേശം 7000 8000 10000 വർഷമായി കാണും. മഹാനവറുകൾ അന്ന് മുതൽ ഖബറിലാണ്, അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ജീവിച്ച് മരിച്ചുപോയി, അവരൊക്കെ ഇപ്പോഴും ഖബറിലാണ്. അതായത് നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുന്നതല്ല യഥാർത്ഥ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം നമ്മൾ ജീവിക്കുന്നത് സ്വർഗം കഴിഞ്ഞാൽ പിന്നെ ഖബർ ജീവിതത്തിലായിരിക്കും. അപ്പൊ ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ കുറഞ്ഞ ജീവിതകാലത്ത് ഒരു 60 വയസ്സോ 70 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സോ 35 വയസ്സോ വരെ നമ്മൾ ചെയ്യുന്ന അമലുകളാണ് ആ ദീർഘകാലമായി നമ്മൾ കിടക്കേണ്ട ഖബറിൽ നമുക്ക് കൂട്ടായിട്ട് വരേണ്ടത്. ജീവിതകാലത്ത് എപ്പോഴും നമുക്കിപ്പോൾ 24 മണിക്കൂറും ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ജോലിക്കാരാണ്, ജോലിക്ക് പോകണം. കുടുംബം ഉള്ളവരാണ്, കുടുംബത്തെ പോറ്റണം, അല്ലെ. നമ്മൾ പല പല ഉറക്കം വരുന്നവരാണ്, നമുക്ക് ഉറങ്ങണം. അപ്പൊ എപ്പോഴും ഇബാദത്തിലായി നമുക്കിങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമുക്കുള്ള സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ, ചെറുതായിട്ടൊന്ന് ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന നിരവധി അമലുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇത്രേ ഉള്ളൂ. ഈ ഒരു ദിക്ർ, ഇത് ഭയങ്കര പ്രതിഫലമാണ്. ഖബറിന്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. ഇനി മൂന്നാമത്തേത് ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹർ, എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹുവേ നിന്റെ കാവൽ കിട്ടണേ എന്നൊരു അടിമ തേടുന്ന ഏറ്റവും വലിയ തേട്ടമാണ് ഇതിൽ പറയുന്നത്. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് അല്ലാഹ് മതി, അല്ലാഹ് ഉണ്ടെങ്കിൽ എല്ലാമായി. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അല്ലാഹു ഉന്നതമായ അർശിന്റെ റബ്ബാൻ,
ഞാൻ എൻ്റെ എല്ലാ കാര്യവും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു വാക്കാണ്. അപ്പൊ മൂന്നാമത്തേത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഇനി നാലാമത്തേത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ദുആയാണ്. ഇപ്പൊ വേനൽക്കാലമാണ്, വേനൽക്കാലം. ഈ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ പാമ്പുകൾ വരാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടി പാമ്പ് കടിയേറ്റു മരിച്ചു. ആ കുട്ടി തല വെച്ച തലയുടെ അടിയിൽ കിടന്നാണ് ഒരു പാമ്പിനെ കിട്ടിയത്. അതിനുശേഷം വീണ്ടും ആ വീട്ടിൽ പാമ്പുകളെ കണ്ടെത്തിയെന്നാണ്. അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ട് തണുപ്പ് ഉള്ള സ്ഥലം അന്വേഷിച്ച് പാമ്പുകൾ വരും. അപ്പോൾ ചിലപ്പോൾ നല്ല വിഷമുള്ള പാമ്പുകളായിരിക്കും ഭൂരിഭാഗവും വരിക. അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ ഷൂ ഒക്കെ ഇടുമ്പോൾ, വീടിൻ്റെ പുറത്തേക്ക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കാതെ കൊട്ടിക്കുടയാതെ നേരെ കാലം കൊണ്ടിട്ടാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഒരു പുണ്യമായ ദുആ പറയണം. എല്ലാവിധത്തുള്ള ഇത്തരത്തിലുള്ള ജീവികളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടി മഹാന്മാരെ പഠിപ്പിച്ച ഹദീസിൽ വന്നിട്ടുള്ള ഒരു ദുആയാണിത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതോടൊപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള കണ്ണേറുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, ശൈത്താന്റെ ഷർറിനെ തൊട്ട് മനുഷ്യന്മാരുടെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പറയണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇനി ആറാമത്തേത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതാണ് ആറാമത്തെ പുണ്യമായ മന്ത്രം. ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും മദീനുള്ളതാ, 99 രോഗത്തിന്നിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. വളരെയധികം എഫക്റ്റീവായ ഒരു ദുആയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതും പറയണോട്ടാ. പിന്നെ ഏഴാമത്തേത് സ്വലാത്ത് ചൊല്ലണം. അറിയാവുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം. ഒരു ദിവസം കുറഞ്ഞതൊരു 10 സ്വലാത്തെങ്കിലും എൻ്റെ ഉമ്മമാരെ വാപ്പമാരെ ചൊല്ലണേ. അപ്പൊ 7 അത്ഭുത മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 3 പ്രാവശ്യം പറയുക. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇത് 3 പ്രാവശ്യം പറയുക. മൂന്നാമത്തേത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് 3 പ്രാവശ്യം പറയാൻ വിട്ടുപോകണ്ട. പിന്നെയോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അടുത്തത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാസ്റ്റ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. മൊത്തം 7 മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 7 മന്ത്രങ്ങൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സ്വബാഹൻ വ മസാഅൻ രാവിലെയും വൈകിട്ടും നമ്മൾ ഓതുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ അള്ളാഹു തരും. അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കമന്റിലൂടെയൊക്കെ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.